ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു വിത്തിന്റെ ഗുണം തിരിച്ചറിയപ്പെടുന്നത് വിളവെടുപ്പിലാണ് എന്നതുപോലെ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമുക്കെല്ലാവർക്കും പ്രതിഫലം ലഭിക്കാറുള്ളത് എന്നതും വാസ്തവമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്ന് നാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ അമ്മയുടെ പ്രവൃത്തിക്കനുസൃതമായി പ്രതിഫലം നൽകുന്ന ദൈവസ്നേഹത്തെ അനുസ്മരിക്കുന്ന ആഘോഷിക്കുന്ന ദിവസമാണെന്ന്. റോമാക്കാർക്ക് ലേഖനം 5:12 പൗലോസ്ലീഹ പറയുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്ത് പ്രവേശിച്ചു. ആദിമാതാവായ ഹവ്വയുടെ അനുസരണക്കേട് നിമിത്തം നാം എല്ലാവരും ദൈവസ്നേഹത്തിന് അയോഗ്യരായപ്പോൾ രണ്ടാം ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയം ലൂക്കായുടെ സുവിശേഷം 1:38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നമ്മെ ദൈവസ്നേഹത്തിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുന്നു. ആദിമാതാവായ ഹവ്വ ദൈവം പറഞ്ഞതുപോലെ ചെയ്യേണ്ട എന്ന് തീരുമാനമെടുത്തപ്പോൾ രണ്ടാം ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയം യോഹന്നാന്റെ സുവിശേഷം 2:5 പറയുന്നത്, ഇവൻ പറയുന്നത് പോലെ ക്രിസ്തു പറയുന്നത് പോലെ ചെയ്യുവനെന്നാണ്. പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട എല്ലാ ഇടങ്ങളിലും പരിശുദ്ധ കന്യകാമറിയം ജനങ്ങളോട് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു സന്ദേശം ദൈവത്തിലേക്ക്, തന്റെ പുത്രനിലേക്ക് തിരിയുക എന്നത് മാത്രമാണ്. അതിനാൽ പ്രിയ സഹോദരരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രവൃത്തിക്കനുസൃതമായി ദൈവം നൽകിയ പ്രതിഫലമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം. ഈ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രവൃത്തികൾക്കനുസരിച്ചാണ് നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കുന്നത് എന്ന സത്യമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 5:10 പൗലോസ്ലീഹ പറയുന്നത്, ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ ചെയ്ത നന്മതിന്മകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം വാങ്ങിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വരേണ്ടി വരും. വെളിപാടിന്റെ പുസ്തകം 22:12 നാം വായിക്കുന്നു, ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുവാൻ ഞാൻ വരുന്നു. അതിനാൽ പ്രിയ സഹോദരരെ, ദൈവം നമ്മെ ആദരിക്കുന്നത്, ദൈവം നമുക്ക് സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് എന്ന ബോധ്യത്തോടുകൂടെ ആത്മാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികൾ ക്രമീകരിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ആത്മാർത്ഥമായി പൂർത്തിയാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.